ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2314. ഇന്ന് മെയ് മാസം 2-ാം തീയതി, 122-ാമത്തെ ദിവസത്തിലെത്തി. നിങ്ങൾ വചനം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളോടല്ല ചോദ്യം എന്നോടാണ്. ചോദിച്ചത് യാക്കോബ് ശ്ലീഹായാണ്. അതുകൊണ്ട് അത് നിങ്ങളെന്നുള്ളത് ഒന്ന് മാറ്റിപ്പറയുകയാണ്. ഞാൻ വചനം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ വചനം പറയുക മാത്രമാണ് ചെയ്യുന്നത്. അത് മാത്രമായി പോയാൽ ആത്മവഞ്ചകരാകും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ അതെന്തുകൊണ്ടാണ് കാര്യമായിട്ടൊന്ന് കണ്ടെത്താത്തത്? വചനം കേൾക്കുകയോ വചനം പറയുകയോ ചെയ്യുന്നത് എത്രയോ വലിയ കാര്യമാണ്. പക്ഷെ അത് അവിടം കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് നിർത്തിക്കളയുന്നത്, അവസാനിപ്പിക്കുന്നത്? അത് പറയുകയും കേൾക്കുകയും ചെയ്യാനുള്ളത് മാത്രമല്ല, പിന്നെ അത് അനുവർത്തിക്കേണ്ടതല്ലേ? അതിൽ നിന്നുള്ള ഊർജവും പ്രകാശവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് ജീവിക്കുന്ന വചനം ഉരുവാകുന്നത്. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് തുല്യനാണെന്ന് ഊന്നി യാക്കോബ് ശ്ലീഹ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം മുഖം ഒരു ദിനത്തിൽ എത്ര തവണയാണ് കണ്ണാടിയിൽ കാണാൻ ശ്രമിക്കുന്നത്? എന്താണ് സ്വന്തം മുഖം കണ്ണാടിയിൽ ഒന്ന് കണ്ട കുഴപ്പം? അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ മറക്കുകയും ചെയ്യുന്നു. യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്നാണ്. അത് പുറമേയുള്ളത് മാത്രമല്ല, അകമേയുള്ളത്. കുറച്ചൊക്കെ പുറമേ ഇനി വൃത്തികേടാണേലും പോരായ്മകൾ ഉണ്ടെങ്കിലും അതിനേക്കാളും എത്രയോ പ്രധാനപ്പെട്ടതാണ് അകമൊന്ന് വൃത്തിയാക്കാനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങണ്ടേ? തീർച്ചയായിട്ടും ഒരുങ്ങണം. അങ്ങനെ വചനം മാത്രമല്ല, വചനം കോറിയിട്ടവന്റെ ഹൃദയവും ഏതാണ്ട് ഒരു കണ്ണാടി പോലെയായി മാറുന്നുണ്ട്. അങ്ങനെ പ്രകാശമുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ കുറെ കൂടി ക്രിസ്തു വെളിച്ചത്തിലേക്ക് എത്തിയ മതിയാവും. അതെ, യേശു പറഞ്ഞിരുന്നല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് നമുക്ക് എത്താം, ധൃതിയിൽ തന്നെ എത്താം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ വെളിച്ചത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കാം. ആമേൻ.